ഹായ് മക്കളെ, അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, +1 +2 ബോർഡ് എക്സാമിന് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിന്റെ സിലബസ് എന്താണോ അതേ സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നീറ്റിന്റെയും ജെയുടെ ഒക്കെ ചോദ്യങ്ങൾ വരിക എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതേ സിലബസ് തന്നെയാണ് നീറ്റ് ജെഇ പോലെയുള്ള ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും അല്ലെ. അപ്പോൾ പലരുടെയും സംശയം, അങ്ങനെയാണെങ്കിൽ അത് ബോർഡ് എക്സാമിന്റെ അത്ര തന്നെ ഈസി ആയിരിക്കണ്ടേ, എന്തുകൊണ്ടാണ് ബോർഡ് എക്സാമിന് അത്രയും ഈസി ആവാത്ത നീറ്റും ജെയും എന്നൊരു സംശയം പലരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ആൻസർ ആണ്, അതിന്റെ ഒരു ഉത്തരത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതായത് ഒരേ തിയറി ആണെങ്കിൽ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ബോർഡ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന അതേ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നീറ്റിനും ജെയ്ക്കും ഒരു ചോദ്യം വന്നാൽ നമുക്ക് ബോർഡ് എക്സാമിൽ ആൻസർ ചെയ്യുന്ന രീതിയിലല്ലാതെ ചില ട്രിക്കുകൾ ഉപയോഗിച്ച്, ചില എക്സ്ട്രാ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും നീറ്റിന്റെയും ജെയുടെയും ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സൊല്യൂഷൻസ് എന്ന് പറയുന്ന +2 ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്ററിൽ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്, നമുക്കറിയാം. ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് നീറ്റിന്റെയും ജെയുടെയും ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് പഠിക്കാത്ത ചില ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. സോ കോൺസെൻട്രേഷൻ ടേമുകളിൽ എല്ലാ ടേമുകളും ഞാനിന്ന് പറയുന്നില്ല. 3 ടേമുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1 മോൾ ഫ്രാക്ഷൻ, 2 മൊളാരിറ്റി, 3 മൊളാലിറ്റി. മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി, ഈ 3 ടേമുകൾ നോക്കാം നമുക്ക്. മോൾ ഫ്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ ആ പർട്ടിക്കുലർ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസും ടോട്ടൽ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റേഷ്യോയിനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ബിയുടെ മോൾ ഫ്രാക്ഷൻ ആണ് കാണുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻസ്. റെഡി അല്ലേ? ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 2 സൊല്യൂഷൻ മാത്രമുള്ള ഒരു സൊല്യൂഷൻ, 2 കമ്പോണന്റുകൾ മാത്രമുള്ള ഒരു സൊല്യൂഷനിൽ 2 കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷനുകളുടെ സം എത്രയായിരിക്കും? യൂണിറ്റി ആയിരിക്കും. chi a plus chi b യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ നമ്പർ ഓഫ് മോൾസ് ഡയറക്റ്റ് തരാതെ മാസ് തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിന് പകരം ഗിവൺ മാസ് ബൈ മോളാർ മാസ് വെച്ചുകൊണ്ട് നമുക്ക് മോൾ ഫ്രാക്ഷൻ കാണാം. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളാർ മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് എ ബൈ മോളാർ മാസ് ഓഫ് എ പ്ലസ് ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളാർ മാസ് ഓഫ് ബി. അപ്പൊ എയുടെ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ ന്യൂമറേറ്ററിൽ ആര് വരും? ഗിവൺ മാസ് ഓഫ് എ ബൈ ഗിവൺ മാസ് ഓഫ് ബി വരും. ആൻഡ് ദിസ് ഇസ് മോൾ ഫ്രാക്ഷൻ. അറിയാം നമുക്ക് അല്ലെ. മക്കളടുത്ത് മൊളാരിറ്റി ആണ്. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് അല്ലെ. The number of moles of solute present in 1 liter of the solution. റെഡി അല്ലേ? നമ്മൾ എങ്ങനെയാ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലെ. വോളിയം നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല, പകരം മാസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്പർ ഓഫ് മോൾസിന് പകരം നമ്മൾ ഗിവൺ മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. വോളിയം മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ ഇൻറ്റു 1000 കൂടി എടുക്കേണ്ടി വരും. അപ്പൊ മൊളാരിറ്റി ഈക്വൽ ടു WB ബൈ MP ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. ഇതാണ് മൊളാരിറ്റി. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയ കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇതും എല്ലാവർക്കും അറിയാം. അതായത് 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്. എന്താണ്? 1 കിലോഗ്രാം സോൾവെന്റിൽ, അതായത് 1000 ഗ്രാം സോൾവെന്റിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊളാലിറ്റി എന്ന് വിളിക്കുന്നത്. അറിയാം. ഓക്കെ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല എങ്കിൽ ഗിവൺ മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് ദ സോൾവെന്റ് കിലോഗ്രാമിലല്ല ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000 ചെയ്യേണ്ടി വരും. അപ്പൊ WB ബൈ MP ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ ഗ്രാം. റെഡിയാണേ? ആണ്. അപ്പൊ ഈ 3 ടേമുകൾ, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് മാത്രമേ നമുക്ക് ബോർഡ് എക്സാമിന് വേണ്ടതുള്ളൂ. പക്ഷെ നിങ്ങൾ നീറ്റിനോ ജെഇക്കോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതേ കൺസെപ്റ്റിന് ഒപ്പം മറ്റ് ചില ഇക്വേഷൻസ് കൂടി നമ്മൾ 1-2 ട്രിക്കുകൾ കൂടി പഠിക്കാൻ റെഡിയാണെങ്കിൽ ഈസി ആയി നമുക്ക് നീറ്റിന്റെയും ജെയുടെയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ എക്സ്ട്രാ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം. അതായത് മക്കളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട എക്സ്ട്രാ ഇക്വേഷൻസ് ആണ് ട്രിക്ക് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, ഡെൻസിറ്റി ഓഫ് ദ റിയാക്ഷൻ തരും. ഒരു സൊല്യൂഷന്റെ ഡെൻസിറ്റി തരും. ഓക്കെ, ആ ഡെൻസിറ്റിക്കൊപ്പം മൊളാരിറ്റി കൂടി തരും. അപ്പൊ ഡെൻസിറ്റി തരും, മൊളാരിറ്റി തരും.
ഈ 2 ടേമുകൾ നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇത് തന്നിട്ട് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളഞ്ഞ് എന്ത് ചെയ്യേണ്ടി വരും, ഡെൻസിറ്റി ഉപയോഗിച്ച് മാസോ അല്ലെങ്കിൽ വോളിയമോ കണ്ടുപിടിച്ച് നമ്മൾ മൊളാലിറ്റിയിലേക്ക് വരേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയി നമുക്ക് ചെയ്യാം. ഇവിടെ എൻ്റെ മക്കൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻ ദിസ് സിറ്റുവേഷൻ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു മൊളാറിറ്റി ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ഈ കാണുന്നത് രണ്ടും മൊളാരിറ്റി ആണ്, ഇത് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്, ഇത് ഡെൻസിറ്റി ആണ്. ഇനി മറ്റൊരു കേസ്, ഇനി നമ്മളോട് എന്താ തരാന്ന് ഞാൻ പറഞ്ഞുതരാം മക്കളെ. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് തരും, റെഡി അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് തരും, മൊളാരിറ്റി തരും, മോൾ ഫ്രാക്ഷനുകൾ തരും, മൊളാരിറ്റി തരും. എന്നിട്ട് നമ്മളോട് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇത്രയും തന്നിട്ട്, ഇത്രയും ഗിവൺ ഡാറ്റ ആയിരിക്കും, ഇത്രയും തന്നിട്ട് നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും? മൊളാരിറ്റി അല്ല, കാരണം മൊളാലിറ്റി ആണല്ലോ തരുന്നത്, മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഡയറക്റ്റ് ആയി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മോൾ ഫ്രാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ മൊളാരിറ്റിയിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റ കണ്ടുപിടിച്ച് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയും സമയം വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാവോ? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് ഇൻറ്റു മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ് ചെയ്താൽ മതി. കണ്ടോ? ഈ 2 ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എൻട്രൻസിന്റെ ചോദ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ, നിങ്ങൾക്ക് സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം കാണിച്ചു തരാം. നോക്കൂ മക്കളെ. 2015 നീറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് പ്രീവിയസ് ഇയർ നീറ്റിന്റെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ 1 മോളാർ അക്വസ് സൊല്യൂഷൻ? അപ്പൊ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? മൊളാലിറ്റി തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് കൈബി ആണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? തൊട്ട് മുന്നത്തെ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. നോക്കൂ മക്കളെ, മോൾ ഫ്രാക്ഷനും മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. എന്താ ഇക്വേഷൻ? എന്താടാ? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കൈ ബി ബൈ കൈ എ അല്ലെ ഇൻറ്റു എം എ. അതായത് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു കൈ ബി ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൈ എ എന്ന് പറയുന്നവനെ നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് കൈ ബി എന്ന് എടുക്കാം ഇൻറ്റു എം എ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാലിറ്റി 1 ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് കൈ ബി ഇൻറ്റു അല്ലെ മോൾ ഫ്രാക്ഷൻ, ഐ മീൻ മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ്. മക്കളെ, സോൾവെന്റ് ആരാ? അക്വസ് സൊല്യൂഷൻ അല്ലേ? അപ്പൊ വെള്ളമാണ് സോൾവെന്റ്. വെള്ളത്തിന്റെ മോളാർ മാസ് ചോദ്യത്തിൽ തരേണ്ട കാര്യമില്ല അല്ലെ, നമുക്കറിയാലോ 18 ആണെന്ന്. റെഡി? ഇനി എന്റെ മക്കൾ നോക്കിയടാ, എന്താ സംഭവിക്കുക? അതായത് 1 ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ 18 മൈനസ് 18 കൈ ബി. റെഡി അല്ലേ? ക്ലിയർ അല്ലേടാ മക്കളെ? അപ്പൊ 1000 കൈ ബി ഈസ് ഈക്വൽ ടു 18 മൈനസ് 18 കൈ ബി. അതായത് 1000 കൈ ബി മൈനസ് 18 കൈ ബി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 18 കൈ ബി എന്നാകും, ഈസ് ഈക്വൽ ടു 18. ദാറ്റ് മീൻസ് 1018 കൈ ബി is equal to 18 and therefore mole fraction of the solute is equal to 18 by 1018 and this is equal to 0.017 എന്ന ആൻസർ കിട്ടും. നോക്കൂ, ഓപ്ഷൻ എവിടെ ആൻസർ കിടക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നോക്കണേ, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? വളഞ്ഞ് ബോർഡ് എക്സാമിന് ചെയ്യുന്ന പോലെ വളഞ്ഞു പോയി ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, മൊളാലിറ്റിയിൽ നിന്ന് മാസൊക്കെ കണ്ടുപിടിച്ച്, മാസിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ ഓക്കെ, വേറൊരു ചോദ്യം കാണിക്കാം. മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളെ കാണിക്കാം മക്കളെ. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ജെഇ മെയിനിന്റെ 2022 2013 2006 3 വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയി ജെഇ മെയിനിന് ചോദിച്ച ആ ചോദ്യമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളത്. ആ ചോദ്യം ഒന്ന് വായിച്ചിട്ട് എന്തൊക്കെയാ അതിൽ തന്നിരിക്കുന്നത് നോക്കൂ മക്കളെ. 3 മോളാർ, അപ്പൊ മൊളാരിറ്റി ഉണ്ട്. ഡെൻസിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ് 1.252 ഗ്രാംസ് പെർ മില്ലി ലിറ്റർ. അപ്പൊ ഡെൻസിറ്റി ഉണ്ട്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മൊളാലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട് മക്കളെ? നോക്കൂ, മൊളാരിറ്റിയും ഡെൻസിറ്റിയും തന്നാൽ മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു മൊളാരിറ്റി ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് അല്ലെ. ദിസ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു മൊളാരിറ്റി എത്രയാ? 3 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി എത്രയാ? 1.252 മൈനസ്
മൊളാരിറ്റി 3 ഇൻറ്റു മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് പറയുന്നുണ്ടല്ലോ അല്ലേ, സോഡിയം ക്ലോറൈഡ് അല്ലേടാ സൊല്യൂട്ട് 58.5. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യൂ. 3000 അല്ലേ ഡിവൈഡഡ് ബൈ 1252 മൈനസ് 3 ഇൻറ്റു 58.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും? 3 ഇൻറ്റു 58.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 175.5 വരും കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 3000 ഡിവൈഡഡ് ബൈ 1252 നിന്ന് 175.5 കുറച്ചാൽ 1076.5 വരും. ഇത് സോൾവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും 2.79 എന്ന ആൻസർ കിട്ടും. മോളാൽ കണ്ടോ എന്തൊരു ഈസി ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായപ്പോൾ ഞാനൊരു നീറ്റിന്റെ ചോദ്യം എടുത്തിട്ടുണ്ട്, ഒരു ജെയുടെ ചോദ്യം എടുത്തിട്ടുണ്ട്. രണ്ടിലും നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന നമ്മുടെ അതേ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് എൻട്രൻസിന്റെ ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോൾ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടെന്നും ഇത് നമുക്ക് കുറച്ചുകൂടി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന്. സോ മക്കളെ, ഇനിയും ഇത്തരം ട്രിക്കുകളും വീഡിയോകൾക്കുമായി കാത്തിരിക്കുക. നമുക്ക് കാണാം.